ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാഹ് ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ വരുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അതിൽ തന്നെ സ്പെഷ്യൽ റെസിപ്പിയും കുറേയധികം വിശേഷങ്ങളും അതുപോലെ തന്നെ നമ്മളെ കിച്ചൺ മേക്ക് ഓവറും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു വെക്കുക. കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു അല്ലേ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ലൈക്ക് ബട്ടൺ എല്ലാവരും ഒന്ന് പ്രസ് ചെയ്തേക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കിൻ്റെ കാര്യം മറന്നേ പോകല്ല കേട്ടോ. ഞാൻ ഓർമ്മിപ്പിക്കുന്നത് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് ഞാൻ ഓർമ്മിപ്പിച്ച വീഡിയോയിൽ ലൈക്ക് കൂടുതലാണ്, ഇല്ലെങ്കിൽ നിങ്ങളും മറന്നു പോകുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ രാവിലെ എണീറ്റ് നമസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതിനുശേഷം ഞാൻ റഫീക്ക് നടക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രഷ് ആവലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാട്ടോ ഇപ്പം ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുള്ളത്. ഇനി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ. അപ്പം നമ്മളെ റമദാനിലേക്കുള്ള ക്ലീനിങ്ങും പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും നമുക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ നമ്മളതായിട്ടുള്ളതൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഇനിയും ബാക്കിയുണ്ട്. സമയം കിട്ടുന്നതിന് പോലെയൊക്കെ നോക്കിയിട്ട് അതൊക്കെ പതുക്കെ ചെയ്യണം എന്ന് വിചാരിക്കുന്നു കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീട് വലുതായാലും ചെറുതായാലും അത് അതിൻ്റേതായിട്ടുള്ള വൃത്തിയിൽ ഭംഗിയിൽ കൊണ്ടു നടക്കുക, ഉള്ളത് കൊണ്ടു നടക്കുക എന്നുള്ളതാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ സമാധാനവും അതുപോലെ തന്നെ അവിടുത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ചും ജീവിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടി നമുക്ക് പറ്റണം. അതല്ല ഏറ്റവും വലിയ കാര്യം. അതിനുള്ള സാഹചര്യം ആ വീട്ടിലുള്ള എല്ലാവരും തന്നെ ഉണ്ടാക്കി എടുക്കുകയും വേണം. എന്നാൽ തന്നെയാണ് ഒരു വീട് സ്വർഗ്ഗമായിട്ട് മാറുള്ളൂ അല്ലേ. അപ്പോൾ എല്ലാവരുടെ വീടും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കട്ടെ, ഓരോരോ സ്വർഗ്ഗമായിട്ട് മാറട്ടെ, സമാധാനക്കേടുകളും വിഷമങ്ങളും ഒക്കെ നീങ്ങിപ്പോട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മളെ ഡേ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ദോശക്കുള്ള മാവ് അവിടെ അരച്ചു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ചട്നി ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും ഉണ്ടാവില്ല രാവിലെ ഒരു മാസ്റ്റർ പീസ് തട്ടിക്കൂട്ട് സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ, എല്ലാവർക്കും ഉണ്ടാവും. എന്തെങ്കിലും ഒരു എഗ്ഗ് കറി അല്ലെങ്കിൽ ഒരു ചട്നി അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അതിൽപ്പെട്ട ഒരു ചട്നിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ ചട്നിക്ക് എടുക്കുന്ന തേങ്ങയൊന്നും എടുക്കണ്ട, കുറച്ചൊരു പേരിന് മാത്രം തേങ്ങ ചിരകിയത് എടുക്കാം. പിന്നെ ഒരു സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്, പച്ചമുളകിന് പകരം ഉണക്കമുളകില്ലേ അതാണെങ്കിലും നല്ലതാട്ടോ. മുളക് പൊടിയല്ല, ഉണക്കമുളക് ചൂടുവെള്ളത്തിൽ കുതിർത്തിട്ട് അതിട്ട് അരച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റാട്ടോ. അപ്പോൾ ഇത് മാത്രം മതി. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഉണ്ടാക്കുന്ന ഞാൻ എപ്പോഴും കറിയൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് ആക്കിയെടുക്കുന്ന ഒരു ചട്നിയാണ് കേട്ടോ ഇത്. പിന്നെ ദോശമാവ് ഞാൻ അരച്ചത് പച്ചരിയല്ല കേട്ടോ ഞാൻ അരച്ചത്. എൻ്റെ അരിപ്പൊടിക്ക് കുറച്ച് തരി കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഈ നീർദോശല്ലേ അത് ചുട്ടാൽ ശരിയാവില്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ തീർക്കാൻ വേണ്ടിയിട്ട് മിക്സീൻ്റെ ജാറിൽ ചിലർ സാധാരണ ഈ ഫൈനായിട്ടുള്ള പൊടി തന്നെ മിക്സീൻ്റെ ജാറിലിട്ടിട്ട് വെള്ളം ചേർത്തിട്ട് അരക്കും, എന്നിട്ടാണ് ദോശ ഉണ്ടാക്കുക. പക്ഷെ ഞാൻ അങ്ങനെയല്ല കേട്ടോ. വെറുതെ ഇളം ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് പിന്നെ പച്ചവെള്ളത്തിൽ മിക്സ് ആക്കിയിട്ട് അങ്ങനെ എടുത്തിട്ട് വെറുതെ ചൂടുവാണ് ചെയ്യുക. എന്നാൽ തന്നെ നല്ല സോഫ്റ്റ് നല്ല ദോശയായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയൊന്ന് ചെയ്ത് നോക്കാം. പിന്നെ ചിലർ ഞാൻ പറഞ്ഞല്ലോ മിക്സീൻ്റെ ജാറിൽ അരക്കാറുണ്ട്, ഞാൻ അരക്കാറില്ല കേട്ടോ. പക്ഷെ ഇത് അരക്കുന്നത് ഈ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടാണ്. അങ്ങനെ അരച്ചരച്ച് ഇപ്പം എൻ്റെ പൊടി ഏകദേശം തീർന്ന് ലാസ്റ്റ് ഇനി 1-2 ദിവസം കൂടെ ദോശ ഉണ്ടാക്കിയ ആ പൊടി അങ്ങ് തീർന്ന് കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരക്കുന്നതാണ്. അപ്പോൾ ദോശ അരച്ച് അതിലേക്ക് ഉപ്പും വെളിച്ചെണ്ണയൊക്കെ ചേർത്തിട്ട് ദോശ ഉണ്ടാക്കില്ലേ, ആ ഒരു ദോശയായിട്ട് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ചട്നിക്ക് വേണ്ടിയിട്ട് കടുക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ചട്നി നമ്മളിതെല്ലാം ഇട്ടിട്ട് ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് ചൂടുവെള്ളം ചേർത്തിട്ടാണ് ഞാൻ അരക്കുന്നത്. ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താൽ മതി. ആ ഒരു തരിതരിപ്പും ഒക്കെ വേണം. സവാളയൊന്നും അങ്ങനെ ടേസ്റ്റായിട്ട് അങ്ങ് അരച്ചെടുക്കരുത് കേട്ടോ. ഈ ഒരു തരിതരിപ്പോട് കൂടി അരക്കണം, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഈ ഒരു ചട്നിക്ക്. പിന്നെ വറവിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചാലും മതി. ഞാനിപ്പോൾ ആ വറവ് ഇട്ട് ഉടനെ തന്നെ തിളപ്പിക്കൊന്നും വേണ്ട, ചൂടാക്കൊന്നും വേണ്ട. ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും മതി. നല്ല ടേസ്റ്റുള്ളൊരു ചട്നിയാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും എളുപ്പമല്ലേ. ചട്നിയെ ഈസിയാണ്. ഇപ്പം ഇത് എളുപ്പമാണ് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ടേ. അപ്പോൾ എൻ്റെ നീർദോശക്കുള്ള മാവിൽ കുറച്ച് വെളിച്ചെണ്ണ ഓയിലോ എന്തെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുക്കുക, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. ലൂസാക്കിയിട്ട് ഇതുപോലെ ഇത് ശരിയാത്തവർ ഒരുപാടുണ്ട് കേട്ടോ, അതാണ് ഞാൻ പറഞ്ഞത്. ലൂസാക്കിയിട്ട് കലക്കിയെടുക്കുക കേട്ടോ. നമ്മൾ ചുട്ട് നോക്കുക, ഏകദേശം നമ്മൾ ചുട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊന്ന് മനസ്സിലാവും.
പിന്നെ പാന് ചൂടാകുമ്പോൾ ഒഴിച്ചു കൊടുക്കുക. എൻ്റെത് ഇരുമ്പിൻ്റെ പാന് കംപ്ലൈൻ്റ് ആയിട്ടുള്ളതാട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഈ നോൺ സ്റ്റിക്ക് തവയിലാക്കുന്നത്. നോൺ സ്റ്റിക്ക് തവയിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. പക്ഷേ ആദ്യം ഒന്ന് ഓയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം പാന് ചൂടായതിന് ശേഷം. എന്നിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ദോശ മാവ് ഒഴിച്ചതിന് ശേഷം ഒഴിക്കാനൊക്കെ നല്ല സുഖമാട്ടോ. ഇരുമ്പ് ചട്ടീനേക്കാളും നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ ചുറ്റിച്ചെടുക്കാം. പിന്നെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കുക. പിന്നെ വീണ്ടും ലോ ഫ്ലെയിമിലായിട്ട് മാവ് ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ നമ്മൾ ദോശക്കല്ലിലാക്കുന്ന പോലെ തന്നെ കുറച്ചുകൂടെ സുഖമുണ്ട് കേട്ടോ. ഇതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒഴിക്കുന്ന സമയത്ത് കൈ കൊണ്ട് ഇങ്ങനെ ചുറ്റിച്ച് എടുത്താൽ മതിയല്ലോ, പെട്ടെന്ന് തന്നെ ആയി കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ എൻ്റെ ദോശ ഇവിടെ റെഡി ആവുന്നുണ്ട്. കറിയും ആയിട്ടുണ്ട്. എളുപ്പത്തിലുള്ള തട്ടിക്കൂട്ട് ആക്കിയതാണ് കേട്ടോ ഇന്ന്. അപ്പോൾ റഫീഖക്ക് പോകാനൊക്കെ സമയമായിട്ടുണ്ട്. ഞാൻ രാവിലെ അകമൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി അടിച്ച് വാരൽ അങ്ങനത്തെയൊക്കെ കഴിഞ്ഞിട്ടാട്ടോ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഒരു എന്തോ വലിയ പണി തീർന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യും കേട്ടോ. ബെഡ്റൂമൊക്കെ ഒന്ന് ഒതുക്കി അകമൊക്കെ ഒന്ന് ഒതുക്കി ഒന്നും അടിച്ച് വാരിയിട്ടു. ഇന്ന് തുടക്കാനൊന്നുമില്ല, അപ്പോൾ അതൊക്കെ ചെയ്തു. ഇനി മുറ്റം അടിക്കാനുണ്ട്. അത് പിന്നെ റഫീഖ പോയിട്ട് അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ നമ്മളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ചായ ഒന്നും ഉണ്ടാക്കില്ല കേട്ടോ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഫസ്റ്റിൽ എണീക്കുമ്പോൾ ഒരു കാപ്പിയോ ചായയോ കുടിക്കും. പിന്നെ ഞാൻ കുടിച്ചിട്ടില്ലെങ്കിലും ഇവർ കുടിക്കും. പിന്നെ ചായ ഒന്നും വെക്കൂല കേട്ടോ. പിന്നെ പിറ്റേ ദിവസമാണ് ചായൻ്റെ പരിപാടിയുള്ളൂ. നമ്മൾ ദോശേൻ്റെ ഒക്കെ കൂടെ പത്തിരി ദോശേൻ്റെ ഒക്കെ കൂടെ വെള്ളമാണ് കേട്ടോ കുടിക്കുക. ചായ അങ്ങനെ ആർക്കും ഇവിടെ നിർബന്ധമില്ല. പിന്നെ ആദ്യമൊക്കെ റഫീഖൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് ഞാൻ മാറ്റി എടുത്തതാണ് കേട്ടോ. ആവശ്യമുള്ളവർക്ക് കുടിക്കാം. പക്ഷേ നമ്മൾ ശീലമായതുകൊണ്ട് പിന്നെ ഇപ്പോൾ ആരും കുടിക്കലില്ല. അപ്പോൾ അതത്ര നല്ല ശീലമൊന്നും അല്ലല്ലോ. നമ്മൾ മാക്സിമം ഒഴിവാക്കിയാൽ അത് അത്രയും നല്ലതല്ലേ. ഇനി നിങ്ങൾക്ക് ഞാനൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. എൻ്റെ ചെടി കാണിച്ചു തരാം. അപ്പോൾ ഇത് കണ്ട ഈ ഒരു ചെടി ഞാൻ വാങ്ങിയത് ഓർമ്മയില്ലേ? കുറച്ച് ഒരു 1 month ആയിട്ടുള്ളൂ വാങ്ങിയിട്ട്. നന്നായിട്ട് പൂവൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ. ഇതിൽ ഞാൻ കൊണ്ടുവന്ന് മാറ്റി വെച്ചതിന് ശേഷം തന്നെ ഒരു 5-6 ഇപ്പം തന്നെ കണ്ടോ വിരിഞ്ഞ് നിൽക്കുന്നത്. ഒരു 5-6 പൂവൊക്കെ എപ്പോഴും ഇങ്ങനെ വിരിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. നല്ല രസമാണ് കാണാൻ. പക്ഷേ ഓരോന്നായിട്ട് നശിച്ചു പോയി കൊണ്ടും ഇരിക്കുന്നുണ്ട്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നേയില്ല. എനിക്ക് തോന്നുന്നു ഇത് ഒറ്റ സീസൺ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഒറ്റ തൈയിലുണ്ടാകുന്ന, അത് കഴിയുമ്പോൾ അത് നശിച്ചു പോകുന്ന ആ ഒരു ടൈപ്പാണോ എന്ന് തോന്നുന്നു. പക്ഷെ നല്ല രസമാണ് കാണാൻ. ഒരു കാരണവും ഇല്ലാതെ കേട്ടോ. വെള്ളമൊക്കെ ഞാൻ ചെക്ക് ചെയ്തിട്ടാണ് ഒഴിക്കുകയുള്ളൂ കേട്ടോ. ഓവർ വെള്ളം ഇതിന് പാടില്ല, ഓവർ വെയിൽ ഇതിന് പാടില്ല. പക്ഷെ അതൊക്കെ നോക്കിയിട്ട് ഒഴിച്ചിട്ടും റെഡിയാക്കിയിട്ടും ഓരോന്ന് ദിവസം തോറും ഇങ്ങനെ നശിച്ചു പോകുന്നുണ്ട് കേട്ടോ. അത് പിന്നെ നോക്കിയിട്ട് കാര്യമില്ല. ഞാൻ തൈയൊക്കെ വെക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്, കിട്ടുമെന്ന് അറിയില്ല. ആന്തൂറിയത്തിനൊക്കെ ഇപ്പോൾ ഡെയിലി 2 നേരം ഞാൻ നനക്കുന്നുണ്ട് കേട്ടോ. കാര്യം നമ്മൾ ചോല വെട്ടിയതിന് ശേഷം അത്യാവശ്യം വെയിൽ വരുന്നുണ്ട് ആ ഭാഗത്തേക്ക്. അപ്പോൾ ആ ഒരു പച്ചപ്പുണ്ടല്ലോ അതങ്ങ് നഷ്ടപ്പെടും. അപ്പോൾ 2 നേരം നനച്ചാലേ ഇപ്പം നിൽക്കുള്ളൂ കേട്ടോ. ഇടയ്ക്കൊന്നും എനിക്ക് നനക്കാൻ പറ്റില്ല, എന്തെങ്കിലും തിരക്കിലൊക്കെ ആവുന്ന സമയത്ത്. എന്നാലും മാക്സിമം രാത്രിയെങ്കിലും നനക്കാൻ വേണ്ടി നോക്കലുണ്ടേ. ഈ ബോൾസം ചെടിയില്ലേ, അത് ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നിങ്ങനെ അടുത്ത് കാണിക്കണമെന്ന്. അതാണ് ഞാൻ സ്പെഷ്യലായിട്ട് എടുത്ത് കാണിച്ചത്. റെഡിയായി വരുന്നേ ഉള്ളൂ കേട്ടോ. വെറും വെള്ളം മാത്രമേ വയ്ക്കുന്നുള്ളൂ, വളമോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. കുറച്ച് ചാണകമൊക്കെ കലക്കിയിട്ട് ഇങ്ങനെ പുളിപ്പിച്ച് ഒഴിച്ചാൽ നല്ലതാണ്. നല്ല ഫ്ലവർ ഉണ്ടാവും കേട്ടോ. ചെടിക്കൻ്റെ ഒരു മാറ്റം ഉണ്ടാവും. ഇതിപ്പോൾ അതൊന്നും ഇല്ല കേട്ടോ. ഞാൻ വെച്ചതേ മുതൽ വെള്ളം മാത്രമാണ് കേട്ടോ ഒഴിക്കുന്നത്. ബൊഗൺവില്ലയൊക്കെ കുഴപ്പമൊന്നുമില്ല, പൂവായി പിന്നെ അത് പോയി രണ്ടാമത് മുട്ടിട്ട് അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ നല്ലോണം ഉണ്ടാകുന്നുണ്ട്. മാഷാ അല്ലാഹ്. നമ്മളെ മാവ് ഇപ്രാവശ്യം അത്യാവശ്യം പൂട്ടിട്ടുണ്ട് കേട്ടോ. കംപ്ലീറ്റ് ആവുമോ അറിയില്ല, എന്നാലും പകുതി 3/4 ഭാഗമൊക്കെ പൂട്ടിട്ടുണ്ട്. ശരിക്കും 1.5 അടനാണ് കേട്ടത്. 1 കൊല്ലം ഉണ്ടായാലും 1 കൊല്ലം ഉണ്ടാവില്ല, അങ്ങനെയാണ്. പക്ഷേ ഇപ്രാവശ്യം അത്യാവശ്യം നമുക്ക് വേണ്ട മാങ്ങയൊക്കെ കിട്ടും. ഇപ്പോഴത്തെ എൻ്റെ പണി എന്ന് പറഞ്ഞാൽ രാവിലെ എണീറ്റിട്ട് ഇതാണ് കേട്ടോ. മുറ്റത്തൊന്ന് വന്ന് നോക്കിയിട്ട് സപ്പോർട്ടൊക്കെ ഒന്ന് ഇങ്ങനെ ഞെക്കി നോക്കും. എന്നിട്ട് അവിടെ നിന്ന് തന്നെ പഴുത്തതാ ഇതുപോലെ കിട്ടും കേട്ടോ. അത് അവിടെ നിന്ന് തന്നെ കഴിച്ചിട്ടാണ് അകത്തേക്ക് പോവുക. അങ്ങനെ എല്ലാവർക്കും കിട്ടും കേട്ടോ. നല്ല രസമാണ് കേട്ടോ. ഇങ്ങനെ മരത്തിൽ നിന്ന് തന്നെ ഇങ്ങനെ പറിച്ചിട്ട് അത് അവിടെ നിന്ന് തന്നെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. അങ്ങനെ ഞാൻ അതിൻ്റെ കൂടെ തന്നെ മുറ്റടിക്കലും അങ്ങ് തീർത്തു കേട്ടോ. ഇതിപ്പോൾ എന്താണെന്നറിയാമോ, ഏട്ടത്തിയും മോനും പൂമോളും മുഹമ്മദൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു പുറത്തു പോകുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൂട്ടിക്കൊണ്ട് പോവാണ് കേട്ടോ. ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണേ. ഇവർ വരാനുള്ള കാരണം ഒരാവശ്യത്തിന് വന്നതാണേ, അത് ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ വീഡിയോ എടുക്കുക. ഒന്നുകൂടെ എടുക്കേ. വീഡിയോ എടുക്കുന്നത് എങ്ങനെ കാണിക്കേ?
രണ്ട് കൈ ഉണ്ടോ? ഒരു കൈയല്ലേ? കാണിക്കേ എം ടി എങ്ങനെ വീഡിയോ എടുക്ക? കാണിക്കേ. ഇവരിന്ന് രാവിലെ തന്നെ എന്തിനാ വന്നതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പൂമോളെ ടെസ്റ്റ് ആയിരുന്നു കേട്ടോ, ഡ്രൈവിംഗ് ടെസ്റ്റ് ചെയ്യുന്നേ ബൈക്ക്. പക്ഷേ നല്ല അടിപൊളിയായിട്ട് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചിലവാണിന്ന്. പൊറോട്ടയും ബീഫും കഴിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. അതങ്ങനെ തന്നെ അല്ലേ, ഒരു തവണയൊന്നും തോറ്റു എന്ന് വിചാരിച്ചിട്ട് ആരും ടെൻഷൻ ആവേണ്ട കാര്യമില്ല കേട്ടോ. അവസരം ഇനിയുണ്ട്, വീണ്ടും വീണ്ടും ചെയ്തിട്ട് എടുക്കുക തന്നെ. ഇവക്ക് കാറ് കിട്ടി കേട്ടോ, ഒറ്റയടിക്കൻ്റെ കാറ് കിട്ടി. പക്ഷേ സ്കൂട്ടിയാണ് കേട്ടോ പോയത്. അപ്പോൾ നമ്മൾ ഒരു പൊറോട്ട ഞാനും കഴിച്ചു. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതല്ലേ, ഇവർ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, രാവിലെ വന്നതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എന്നിട്ടും ഞാനൊരു പൊറോട്ട കഴിച്ചു. പൊറോട്ടയും മീൻ കറിയായിരുന്നു കേട്ടോ, ബീഫ് അല്ലായിരുന്നു. അതിനുശേഷം നെസ്റ്റോൻ്റെ ആ ഒരു മുകളിലുള്ള മിസ്റ്റിക്കിൻ്റെ ഉള്ളിലുള്ളൊരു ഡ്രസ്സ് കടയല്ലേ, എനിക്ക് ഓർമ്മയില്ല പേര്, അവിടെ വന്നതാണ് കേട്ടോ. ടോപ്പ് എന്തെങ്കിലും നല്ലത് ഉണ്ടോ അങ്ങനെ നോക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ പിന്നെ പൂമോൾ 2 എണ്ണം ട്രയൽ ചെയ്തു. പക്ഷേ ഒന്ന് ഓക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, അങ്ങനെ ഓണെടുത്തു. എനിക്കങ്ങനെ ഒരു ചില സമയത്ത് നമുക്കൊന്ന് റെഡി ആയിട്ട് കിട്ടൂലല്ലോ. അപ്പം ഞാനിങ്ങനെ നോക്കി, പക്ഷെ എനിക്ക് റെഡി ആയിട്ടില്ല. അങ്ങനെ പിന്നെ ഞാൻ ഓരോന്നോരോന്നിങ്ങനെ നോക്കുകയാണ് കേട്ടോ. ഇഷ്ടപ്പെട്ട എടുക്കാം അങ്ങനെ വിചാരിച്ചു. അപ്പോൾ പൂമോള് എടുത്തു കേട്ടോ. എനിക്കങ്ങനെ കിട്ടിയില്ല, മര്യാദക്ക് കിട്ടിയില്ല. അപ്പം ഞാൻ പിന്നെ വന്നിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ടാവാനുണ്ട് കേട്ടോ. അത്യാവശ്യം റേറ്റ് ഉണ്ട്, പക്ഷേ നല്ല നല്ല കളക്ഷൻസ് കിട്ടാറുണ്ട്. അതിനുശേഷം ഞങ്ങൾ വീട്ടിൽ വെങ്ങപ്പള്ളി ഉപ്പാൻ്റെ ഉമ്മാൻ്റെ ഒക്കെ അടുത്ത് വന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ റമദാൻ ക്ലീനിങ് തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉപ്പയും ഉമ്മയും ആങ്ങളെയും നാത്തൂനും എല്ലാവരും കൂടെ ക്ലീനിങ് പരിപാടിയൊക്കെയാണ് കേട്ടോ ഞങ്ങൾ വന്ന സമയത്ത്. അപ്പോൾ അതാണ് നിങ്ങൾ നേരത്തെ കേട്ടത്. അപ്പോൾ അതിനുശേഷം ഇതാ ഉച്ചയായിട്ടുണ്ട്. നമ്മൾ എല്ലാവരും കൂടെ ഫുഡൊക്കെ പിന്നെ അവർക്കുള്ളത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളും കൂടെ അതിലേക്ക് ചെന്നല്ലോ. അപ്പോൾ പിന്നെ ബീഫൊക്കെ ഒന്നുകൂടെ ഒന്ന് റെഡിയാക്കി എടുത്തു. നെയ്ച്ചോറൊക്കെ വെച്ച് ഉപ്പാൻ്റെ കാബേജൊക്കെ ഉപ്പേരി വെച്ച് അങ്ങനെ പിന്നെ എല്ലാവരും കൂടെ ഇതാ ലഞ്ച് കഴിക്കുകയാണ്. അപ്പോൾ പണിയെടുക്കുന്നവർക്കും നമ്മൾ ലഞ്ച് ബ്രേക്ക് കൊടുത്ത്. ഈ ഒരു സമയത്ത് എല്ലാ വീട്ടിലും ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അങ്ങനെ ഇവിടെയും ലാസ്റ്റ് സ്റ്റേജ് എത്തിയിട്ടുണ്ട് കേട്ടോ, കിച്ചൺ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നല്ല നെയ്ച്ചോറും ബീഫും ഒക്കെ കൂട്ടിയിട്ട് എല്ലാവരും ചോറ് കഴിക്കട്ടെ. ശരിക്കും പറഞ്ഞാൽ ഞാനിന്ന് പ്രതീക്ഷിച്ചിട്ടേ ഇല്ല കേട്ടോ. ഞാൻ ആ രാവിലെ മുറ്റത്ത് നിന്നില്ലേ, ആ ഒരു സമയം വരെ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. അതിനുശേഷം ഞാൻ അകത്തേക്ക് കയറിയതിന് ശേഷമാണ് കേട്ടോ ഇവർ ഫോൺ ചെയ്തത് ഇങ്ങനെ പുറത്തു പോകാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ അവിടെ നിന്ന് പ്ലാൻ ഇട്ടതാണ് നമ്മൾ ഇങ്ങനെ വീട്ടിലും കൂടെ പോയിട്ട് വരാം, വെങ്ങപ്പള്ളിക്കൊന്ന് പോയിട്ട് വന്നാലോ അങ്ങനെ ചിന്തിച്ച് അങ്ങനെ ഇറങ്ങിയതാണേ. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒന്നല്ലല്ലോ, നമ്മൾ ഓരോ ഡേയ്സ് കഴിഞ്ഞു പോകുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്ത സന്തോഷങ്ങളോടെ നമുക്ക് വന്നു ചേരുമല്ലോ ചില സമയത്ത്. അങ്ങനെയുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. അപ്പോൾ ഇന്ന് തിരിച്ചെത്തിയപ്പോൾ ഞാനിന്ന് ചെയ്യാൻ വിചാരിച്ച പണി അവിടെ പെൻഡിങ് ആയിരുന്നു. എന്നാലും വേണ്ടില്ല, സമയം വൈകിയാലും ഇന്ന് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ ചെയ്യാൻ വിചാരിച്ചൊരു പണിയാണ് എൻ്റെ കിച്ചൺ ഒന്ന് മേക്ക് ഓവർ ചെയ്യാന്ന് കേട്ടോ. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള മേക്ക് ഓവറും കാര്യങ്ങളൊന്നും അല്ല. എനിക്ക് എന്തായാലും റമദാനും കാര്യങ്ങളൊക്കെ വരികയല്ല. ഞാൻ ഈ ഒരു സമയമാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റങ്ങൾ എൻ്റെ കിച്ചണിൽ വരുത്തലുണ്ടെന്ന് നിങ്ങൾക്കറിയാലോ. അപ്പോൾ അതിനായിട്ട് ചെറിയ 1-2 പ്രോഡക്റ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനില്ലേ നമ്മളെ സ്റ്റോറീസ് നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. ഈ ഒരു വുഡിൻ്റെ കട്ടിംഗ് ബോർഡ് അല്ല കേട്ടോ, അതൊരു ഷോ പീസാണ്. പിന്നെ ഇതാ ഇത് ക്യാൻഡിലൊക്കെ കത്തിച്ച് വെക്കുന്ന ഒരു സംഭവം, ഇത് സെറാമിക്കിൻ്റെ ആണേ. അപ്പോൾ ഞാൻ സ്റ്റോറീസിൽ പോയതും അതിൻ്റെയൊക്കെ വീഡിയോ വഴിയേ വരുന്നുണ്ട് കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ചെയ്യുമ്പോൾ ഞാനിത് ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ. പിന്നെ ഈ ഒരു ലീഫി പ്ലേറ്റ്, സെറാമിക് പ്ലേറ്റ് നിങ്ങൾക്ക് അറിയില്ലേ, ഞാൻ നെസ്തേഷ്യയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതാണേ. അതുപോലെ തന്നെ ഇതും നട്ട്സൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വുഡൻ ട്രേയും അതുപോലെ തന്നെ ഇങ്ങനത്തെ ഈ ഒരു ഷേപ്പിലുള്ള സെറാമിക് ബൗളുകളും കേട്ടോ. അതും ഇത് ഞാൻ സ്റ്റോറീസിൽ നിന്ന് വാങ്ങിയതാണ്. ഇതും അതുപോലെ തന്നെ ക്യാൻഡിലൊക്കെ ലൈറ്റാക്കി വെക്കുന്ന ആ ഒരു സംഭവമാണ് കേട്ടോ. അതൊരു സ്റ്റീലാട്ടോ വരുന്നത്. പിന്നെ ഇത് നമ്മുടെ
സോൾട്ട് ആൻഡ് പേപ്പർ ഷേക്കറും അതുപോലെ തന്നെ സോൾട്ടൊക്കെ ഇട്ട് വെക്കുന്ന ഇങ്ങനെ സെറാമിക്കിൻ്റെ ഈ ഒരു ഐറ്റം, ഈ ഒരു സെറ്റ്. അപ്പോൾ ഇതും ഞാൻ മര്യാദക്കൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടില്ല. അപ്പോൾ ഇതൊക്കെ കൊണ്ട് നമുക്ക് കിച്ചൺ ഉള്ളത് കൊണ്ട് ഒന്ന് ചെറിയൊരു ചേഞ്ചൊക്കെ വരുത്താമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ എപ്പോഴും ഉണ്ടാവുന്ന എന്താ പറയുക, നമ്മൾ കുക്കിങ്ങിനൊക്കെ നമുക്കൊരു ഇൻട്രസ്റ്റും നമ്മൾ കിച്ചണിൽ നിൽക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് ഫീലും കിട്ടണമെങ്കിൽ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളെ കിച്ചൺ നമ്മൾ സെറ്റ് ചെയ്യുക കേട്ടോ. നമ്മളിഷ്ടം ഞാൻ എടുത്ത് പറഞ്ഞത്, എനിക്ക് കൗണ്ടർ ടോപ്പിൽ എന്തെങ്കിലും ഭംഗിയുള്ള ഐറ്റംസ് വെക്കുന്നതൊക്കെ, ഇങ്ങനെ ക്യാൻഡിൽ കത്തിച്ച് വെക്കുന്നത്, നമ്മുടെ പൊട്ട് പ്യൂരിയില്ലേ ഡ്രൈ ഫ്ലവർ അതൊക്കെ വെക്കുന്നതൊക്കെ ഇഷ്ടമാണ് കേട്ടോ. എന്തെങ്കിലും രസമുള്ള, എനിക്ക് കാണാൻ ഇഷ്ടമുള്ള ഐറ്റംസ്, പ്ലാന്റ് വെക്കുന്നത് ഇഷ്ടമാണ്. അങ്ങനെ അപ്പോൾ ഇഷ്ടമുള്ളവരും അങ്ങനെ ചെയ്യാൻ, ഇഷ്ടമില്ലാത്തവർ പ്ലെയിൻ ആക്കി ഇടുന്നതും കാണാൻ ഇഷ്ടമാണ്. പക്ഷെ അങ്ങനെ ഇഷ്ടമുള്ളവർ ആ രീതിയിൽ ചെയ്യുക കേട്ടോ. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റിയെടുക്കുക. എനിക്കെന്തായാലും ഇങ്ങനെ സാധനങ്ങൾ വെച്ചിട്ട് കാണുന്നത് ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ അതും ഇതും എല്ലാം കൂടെ കൊണ്ട് വെക്കുകയല്ല, എനിക്കിഷ്ടമുള്ള ഐറ്റംസ് ഉണ്ടല്ലോ, എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് കൊണ്ട് ഇങ്ങനെ റെഡിയാക്കാൻ എനിക്കിഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇതാ ഈ ഫസ്റ്റ് കോർണർ, ഈ കോർണർ നമുക്ക് ആദ്യം തന്നെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് ഐറ്റംസൊക്കെ വെച്ചിട്ടുണ്ട്, ഞാനത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഈ ഒരു ഡ്രസ്സില്ലേ, ഞാൻ ഇന്നിട്ട് ഈ ഒരു ഡ്രസ്സ് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ നോക്കിയിട്ട് തരാം കേട്ടോ. ഡിസ്ക്രിപ്ഷനിലോ സ്ക്രീനിലോ ഒക്കെ ടാഗ് ചെയ്ത് വെക്കാം. നല്ലതാട്ടോ, നല്ല കംഫർട്ടബിളാണ്, നല്ല എന്താ പറയുക, അടിപൊളിയാണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് വീഡിയോൻ്റെ എൻഡിൽ. ഇനി അടുത്തത് ഈ ഒരു ഭാഗം സെറ്റ് ചെയ്യുക. അപ്പം ഞാൻ ആദ്യം വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു വൈറ്റ് ഗോൾഡൻ അത് വരുന്ന ആ പ്ലേറ്റ് അതൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനത്തെ ഇതിൽ കുറച്ചെണ്ണം എനിക്ക് തിരിച്ചിങ്ങോട്ട് തന്നെ വെക്കാനുള്ളതാണ്. കുറച്ച് ഒക്കെ ഒന്നൊരു മാറ്റങ്ങളാട്ടോ ഞാൻ വരുത്തുന്നുള്ളൂ. ആ ഒരു കട്ടിംഗ് ബോർഡും കാര്യങ്ങളൊക്കെ അതൊക്കെ അവിടെ തന്നെ വെക്കുകയാണ് കേട്ടോ. അതൊക്കെ അവിടെ തന്നെ എന്തായാലും വേണം, നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന സംഭവമല്ലേ. പിന്നെ ഇതാ ഞാൻ ആ പറഞ്ഞ ആ ഒരു ഉപ്പൊക്കെ ഇട്ട് വെച്ച ആ ഒരു സംഭവമല്ലേ, ആ ഒരു സെറ്റ്, അത് പെട്ടെന്ന് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാത്തിലേക്കും ഇടുന്നതല്ലേ നമ്മൾ ഉപ്പ്. അപ്പോൾ കല്ലുപ്പും പൊടിയുപ്പും ഞാൻ അതിലാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സോൾട്ടും പെപ്പറും ആ ഒരു ഷേക്കർ അതിലും ഉണ്ട് കേട്ടോ. ഇനി ഒരു വുഡൻ ആ ഒരു എന്താ പറയുക, ട്രേ എന്നോ എന്തെങ്കിലും പറയാനേ, ആ ഒരു സ്റ്റാൻഡ് എന്നോ അത് ഞാൻ ഈ ഒരു രീതി ഒരു കോഫി ഏരിയ ആയിട്ടാട്ടോ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ജഗ് വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ സെറാമിക്കിൻ്റെ, അതുപോലെ തന്നെ നമ്മളെ മിൽക്കിൻ്റെ ബോട്ടിൽ, പിന്നെ ഒരു ക്യാൻഡിൽ, അത് പിന്നെ കപ്പും 2 കപ്പും വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു കോഫി ഏരിയ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കപ്പ് ഹോൾഡറും കപ്പുകളും അത് അവിടെ തന്നെയാണ് കേട്ടോ വെക്കുന്നത്. പിന്നെ നമ്മളെ പോട്ട് പ്യൂരി ഇല്ലേ, ഈ ഒരു ഡ്രൈ ഫ്ലവർ, അത് ഞാൻ കിച്ചണിൽ മസ്റ്റായിട്ടും വെക്കും. അതിൽ കുറച്ച് എസൻഷ്യൽ ഓയിലൊക്കെ ആക്കി കൊടുത്താൽ നല്ലൊരു സ്മെല്ലുണ്ടാവും കേട്ടോ. ബാഡ് സ്മെല്ലും കാര്യങ്ങളും ഒന്നും ഉണ്ടാകും. പിന്നെ നല്ല സ്മെല്ല് കിട്ടുക, നമ്മളെ വീടും അതുപോലെ തന്നെ നമ്മളെ കിച്ചണൊക്കെ നീറ്റായിട്ട് കൊണ്ട് നടക്കുകയും കൂടെ വേണം കേട്ടോ. അപ്പോഴാണ് ബാഡ് സ്മെല്ലിൻ്റെ ഉള്ളിലൂടെ നമ്മളെ നല്ല സ്മെല്ല് വരില്ല കേട്ടോ. അപ്പോൾ അത് അങ്ങനെ നല്ലൊരു എന്താ പറയുക, നമ്മൾ ഫുഡ് ഉണ്ടാക്കിയ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ നമ്മൾ ജനലൊക്കെ തുറന്നിടുക, അല്ലെങ്കിൽ ഫാൻ ഇട്ടിട്ടും ഒക്കെ പുറത്തേക്ക് കളയുക മാക്സിമം. എന്നിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോഴാണ് നമ്മളെ വീട് ക്ലീനായിട്ടും അതുപോലെ തന്നെ എസൻഷ്യൽ ഓയിൽ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സ്മെല്ല് ക്യാൻഡിലൊക്കെ അല്ലേ നല്ല സ്മെല്ല് തരുന്നത്, അതൊക്കെ ആക്കി വെക്കുമ്പോൾ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്കും കിച്ചണിലൊക്കെ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കണേ. കൗണ്ടർ ടോപ്പൊക്കെ നമ്മളെപ്പോഴും ക്ലീൻ ആക്കി വെക്കുക. അതുപോലെ തന്നെ നമ്മൾ വാഷ് ബേസ് എന്താ പറയുക, പ്ലേറ്റെല്ലാം വാഷ് ബേസ് ഏരിയ അല്ലേ, അത് സിങ്ക് ഏരിയ എപ്പോഴും ഡ്രൈ ആക്കിയിട്ടും ക്ലീൻ ആക്കിയിട്ടും വെക്കുക. പാത്രങ്ങളൊക്കെ പെട്ടെന്ന് കഴുകി മാറ്റിയിട്ട് എപ്പോഴും ഡ്രൈ ആയിട്ട് അവിടെ ക്ലീൻ ആയിട്ട് സോപ്പ്, നമ്മുടെ ഒരാൾ കമൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിമ്മും അതുപോലെ തന്നെ ചകിരിയും കൂടെ അതുപോലെ തന്നെ സ്ക്രബ്ബർ അതിൽ കൂടെ ഇങ്ങനെ വെച്ചിട്ട് വരുമ്പോൾ ഭയങ്കര സ്മെല്ല് വരുന്നുണ്ട്, എന്താ പറയുക, ഏത് ലിക്വിഡോ യൂസ് ചെയ്യലെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ലിക്വിഡിൻ്റെ അല്ല കേട്ടോ. നമ്മൾ ഈ ഒരു സ്ക്രബ്ബറും വിമ്മും തമ്മിൽ ഏത് ലിക്വിഡാണെങ്കിൽ നിങ്ങൾ അതിൽ ഇട്ട് വെക്കരുത്. സ്ക്രബ്ബർ അത് വേറെ വെക്കുക, സോപ്പ് വേറെ വെക്കുക. സ്ക്രബ്ബർ എപ്പോഴും ഡ്രൈ ആക്കിയിട്ട് നന്നായിട്ട് കഴുകിയിട്ട് ഡ്രൈ ആക്കിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ വെക്കുക കേട്ടോ. ഇത് രണ്ടും ഒരുമിച്ച് വെക്കുക, സ്മെല്ല് വരും. വെള്ളവും സോപ്പും എല്ലാം കൂടെ ആയിട്ട് അഴുക്കുമൊക്കെ കൂടി ഒരു സ്മെല്ല് എന്തായാലും നിർബന്ധമാണ് കേട്ടോ. അതുകൊണ്ട് അത് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ, ആ ഒരു പ്രശ്നം ഇല്ലാണ്ടാവും. അപ്പോൾ ഞാനിത് പ്ലേറ്റ് മാറ്റി, പക്ഷേ നമ്മൾ ആ വുഡൻ സ്റ്റാൻഡില്ലേ അതിൽ വെക്കാൻ നോക്കിയപ്പോൾ അത് പ്ലേറ്റ് ഇങ്ങനെ വക്ക് വരുന്ന പ്ലേറ്റാണ് കേട്ടോ, കുറച്ച് വീതിയുണ്ട്. അത് വെച്ചപ്പോൾ അതിൽ കയറുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ അപ്പുറത്തെ കിച്ചണിൽ ഞാൻ വെച്ചിട്ടുള്ള ആ ഒരു ഗോൾഡൻ സ്റ്റാൻഡില്ലേ അതിൽ വെക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ആ ഒരു ഭാഗം കഴിഞ്ഞു. ഇനി ഈ ഒരു ഭാഗം എനിക്ക് വല്ലാണ്ടൊന്നും ചെയ്യാനില്ല. അപ്പോൾ അത് ഇപ്പുറത്തേക്കൊന്ന് മാറ്റിയിട്ടുണ്ട്. ആ ഒരു ഫ്രൂട്ട്സിൻ്റെ ബൗൾ എനിക്ക് അവിടെ നിർബന്ധമാണ്. പിന്നെ
മറ്റേ ഒരു സ്റ്റാൻഡും അതൊക്കെ ഇനി റമദാനിലേക്കൊക്കെ നമുക്ക് സ്നാക്സൊക്കെ എടുക്കാനും എല്ലാം വേണമല്ലോ. അപ്പോൾ അതവിടെയൊക്കെ തന്നെ ഒന്ന് റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ടീ കോഫി ഷുഗർ അത് ഞാൻ അവിടെ തന്നെയാട്ടോ വെച്ചിട്ട് അതിൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റമാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ എവിടെയും കാണാത്ത ഐറ്റം കണ്ടുപിടിച്ച് എനിക്ക് കിട്ടിയിട്ടുള്ളൊരു സെറ്റാണത്. അത് ഞാൻ വാങ്ങിച്ചത് ജാംജും എന്നാണ് കേട്ടോ. പിന്നെ അത് ഞാൻ കണ്ടിട്ടേ ഇല്ല. അതുകൊണ്ടാണ് എനിക്കത് ലിങ്ക് അതിൻ്റെ ഏകദേശം വരുന്നതൊക്കെ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. സെയിം ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. ഓൺലൈനിലൊന്നും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. കാണുകയാണെങ്കിൽ ഞാൻ എപ്പോഴെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. പിന്നെ ഇതാ ഞാൻ പറഞ്ഞില്ലേ നല്ല സ്മെല്ലുള്ള ക്യാൻഡിൽസ് ഇല്ലേ, അതും കുറച്ചെണ്ണം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് റെഡിയാക്കിയിട്ട് വെക്കട്ടെ. അപ്പോൾ ഇത് ശരിക്കും നല്ലൊരു പോസിറ്റീവ് ഫീൽ വരും കേട്ടോ. നമ്മൾ കിച്ചണിൽ കുക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലായാലും ഇടയ്ക്കിങ്ങനെ ആക്കി വെക്കുമ്പോൾ വൈകുന്നേരമൊക്കെ നമ്മൾ മഗ്‌രിബിൻ്റെ ആ ഒരു സമയത്തൊക്കെ കത്തിച്ച് വെക്കുമ്പോൾ അല്ലേ നല്ല സ്മെല്ലായിരിക്കും കേട്ടോ. നമ്മളെ വീട്ടിൽ നല്ലൊരു ഫീലാണ് അത്. ഇത് എൻ്റെ ആ ഒരു യെല്ലോ ലൈറ്റ് ഓഫാക്കുമ്പോഴാട്ടോ നല്ല രസമാണ് അതിങ്ങനെ കാണാൻ, ക്യാൻഡിൽ ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയത്ത്. അപ്പം നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെടുകയെന്ന് എനിക്കറിയില്ല. വൈറ്റ് ലൈറ്റിലാണോ ഗോൾഡൻ ലൈറ്റിലാണോ എന്ന് കമൻറ്റിലൂടെ പറയണേ. പിന്നെ ഇതും ഇതുപോലെ തന്നെ ക്യാൻഡിലൊക്കെ കത്തിച്ച് വെക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആ ഒരു പാത്രം കാണാനായിട്ട് ഇത് കണ്ടോ. ശരിക്കും ലൈറ്റ് ഓഫ് ആക്കിയിടുമ്പോൾ നല്ല രസമാണ്. പക്ഷെ നമുക്ക് ഓഫ് ആക്കിയിടുമ്പോൾ വീഡിയോയിൽ ആ ഒരു ഇത് കിട്ടൂലല്ലോ, അതുകൊണ്ടാണേ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ കിച്ചൺ ഇപ്രാവശ്യം സെറ്റാക്കിയിട്ടുള്ളത്. ഇനി എനിക്കെന്തെങ്കിലും മാറ്റം അല്ലെങ്കിൽ അവിടെ ഇവിടെ എന്തെങ്കിലും ചെയ്യണം തോന്നിയാൽ ഞാൻ ചെയ്യും കേട്ടോ. എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ, സെറ്റ് ചെയ്തത് ഇഷ്ടമായോ, ഏതാണ് എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. പിന്നെ നമ്മൾ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ വെക്കുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ വീഡിയോൻ്റെ പർപ്പസും കൂടെ നോക്കണമല്ലോ. അപ്പോൾ നമ്മൾ പ്ലെയിനായിട്ട് ഉള്ള കൗണ്ടർ ടോപ്പ് അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വീഡിയോ എടുക്കുന്നതിനേക്കാളും വീഡിയോയിൽ കാണാൻ ഭംഗി ഉണ്ടാവുക എന്തെങ്കിലും അപ്പുറത്തൊക്കെ ഉണ്ടാകുമ്പോഴാണ് കേട്ടോ. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തില്ല. അപ്പോൾ അതും കൂടെ നോക്കിയിട്ടാട്ടോ നമ്മൾ കിച്ചൺ സെറ്റാക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇതാണ് കേട്ടോ ആ ഒരു ഡ്രസ്സ് വരുന്നത്. നല്ല രസമാണ് കാണാൻ. ഫുൾ സ്ലീവ് ഉണ്ട്, താഴെ വരെ ഇറക്കമുണ്ട്, നല്ല ക്രീപ്പ് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. ഇതിൽ ലൈനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. കട്ടിയുണ്ട് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഫ്രീ ആയിട്ട് നല്ല കംഫർട്ടബിൾ ആട്ടോ ഇടാനായിട്ട്. പിന്നെ സെൻറ്ററിൽ ഈ ഒരു പ്ലേറ്റ് ഒരു ഇലാസ്റ്റിക് വരുന്നുണ്ട്. പക്ഷെ അതിങ്ങനെ ടൈറ്റായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പം എൻ്റെ വെയിറ്റിന് ഞാൻ ഇത്ര വെയിറ്റുള്ള ആളല്ലേ, എന്നിട്ടും അതിങ്ങനെ ഫ്രീ ആയിട്ടൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു ബോറും ഇല്ല കേട്ടോ, നല്ല വൃത്തിയിൽ കിടക്കുന്നുണ്ട്. പിന്നെ കൈയിൻ്റെ ആ ഒരു എൻഡിൽ വരുന്ന ആ ഒരു ഇലാസ്റ്റിക് ആണെങ്കിലും നല്ല ഫ്രീ ആട്ടോ, ഇങ്ങനെ ടൈറ്റ് ആയിട്ടൊന്നും നിൽക്കുന്നില്ല. ഇലാസ്റ്റിക്കാണ് കേട്ടോ അവിടെ വരുന്നത്. നല്ല ഭംഗിയുണ്ട്, നല്ല വൃത്തിക്ക് കിടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ബാക്കിലാണെങ്കിലും ഇങ്ങനെ കോളർ ടൈപ്പാണ്. കോളറല്ല, പക്ഷെ നമുക്കൊരു കോളറുള്ള ചുരിദാർ ഇടുന്ന ഒരു ഫീലാണ് കേട്ടോ ഉണ്ടാവുക. ബാക്കിലേക്ക് ഇങ്ങനെ കാണുമൊന്നുമില്ല. അപ്പോൾ അടിപൊളിയാണ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ ലിങ്ക് കിട്ടുകയാണെങ്കിൽ എന്തായാലും കൊടുത്തേക്കാം. ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ ഐറ്റത്തിൻ്റെയും ലിങ്കൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. കിട്ടുന്നതിൻ്റെ എല്ലാം ഞാൻ കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇല്ലാത്തതേ ഞാൻ കൊടുക്കാണ്ടിരിക്കുകയുള്ളൂ. കുറേ പേര് ചോദിക്കലുണ്ട്, അതാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. ഇനിയിപ്പോൾ വൈകുന്നേരമായി. ഇപ്പം ഞാൻ മഗ്‌രിബ് നിസ്കരിച്ചിട്ട് ഇപ്പോൾ കിച്ചണിലേക്ക് വന്നതാണ് കേട്ടോ. മൊത്തത്തിൽ വൈകിയില്ലേ ഇന്നത്തെ പോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ വീഡിയോ എടുത്തില്ല, അപ്പോൾ അതങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ വൈകുന്നേരത്തേക്ക് ഞാൻ ചിക്കൻ കുറച്ച് ഓയിലാട്ടോ ഒഴിച്ചു കൊടുത്തത്. ചില്ലി ചിക്കനാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ നമ്മളിത് ഫ്രൈ ആക്കുന്നൊന്നുമില്ല കേട്ടോ. ചിക്കൻ ഓയിലേക്ക് ഇട്ട് കൊടുത്തു, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തു. അതിലേക്ക് 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 5-8 വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു. ഒരു 3 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തു. സാധാ മുളക് പൊടിയാണ്, കുഴപ്പമില്ല. പിന്നെ ഒരു 1/4 ടീസ്പൂണെല്ലാം മഞ്ഞൾപ്പൊടി, ചിക്കനൊക്കെ ആയതുകൊണ്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടുതൽ ചേർത്ത് കൊടുക്കല്ലേ. നമ്മൾ ഇതിലേക്ക് ഇനി ടൊമാറ്റോ സോസ് എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. ക്യാപ്സിക്കം നമ്മളൊരു വലുത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ, നമുക്ക് ചിക്കനൊക്കെ വെന്ത് വരാനില്ലേ. ഇതിപ്പോൾ നമ്മൾ ചില്ലി ചിക്കൻ ഉണ്ടാക്കുക, ചിക്കൻ സെപ്പറേറ്റ് മസാലയൊക്കെ പെരുക്കി ഫ്രൈ ചെയ്ത് അങ്ങനെയല്ലേ. അപ്പോൾ അങ്ങനെ ഒന്നും ഇല്ലാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് അത്രയും എണ്ണയൊന്നും നമുക്ക് എടുക്കണ്ട. ആ ഒരു പ്രോസസ്സ് നമുക്ക് ഉണ്ടാവില്ല. നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. ഞാൻ കാണിച്ചു തരാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ചിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇനി കുക്ക് ചെയ്തിട്ട് ചിക്കൻ കുക്കാവുന്നത് വരെ ഒന്ന് കുക്കാക്കി എടുക്കുക കേട്ടോ. ഇടയ്ക്കൊന്ന് മിക്സാക്കി കൊടുത്താൽ മതി. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിൽ നിന്ന് തന്നെ ചിക്കൻ തന്നെ അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങി വരും കേട്ടോ. പിന്നെ ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം, ഫസ്റ്റ് 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട്
ഒരു 15 മിനിറ്റ് വേണ്ട, കാരണം ചെറിയ പീസ് ആക്കിയിട്ട് നമ്മൾ ചില്ലി ചിക്കൻ അങ്ങനെയല്ലേ എടുക്കുക. അപ്പോൾ അതുകൊണ്ട് അത്രയും മതി കേട്ടോ. അടച്ച് വെച്ച് കുക്കാവട്ടെ. പിന്നെ ഇതാ ഞാൻ കുറച്ച് ഗീ റൈസും കൂടെ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് എന്തായാലും ചപ്പാത്തി, വാവക്ക് എന്തായാലും ചപ്പാത്തി വേണം. അപ്പോൾ കുറച്ച് ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നുള്ളേ. നെയ്ച്ചോറ് ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ, കുക്കറിൽ നമ്മൾ ഈസി ആയിട്ടുള്ള നെയ്ച്ചോറാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു വിസിൽ വരുമ്പോഴത്തേക്കും നമ്മൾ നെയ്ച്ചോറ് റെഡിയാവും. ചിക്കൻ അവിടെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ 15 മിനിറ്റൊന്നും ആയിട്ടില്ല കേട്ടോ. അതിനിടയ്ക്ക് തന്നെ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് അതിനനുസരിച്ച് ടൊമാറ്റോ സോസില്ലേ അത് ഒഴിച്ചു കൊടുക്കുക. എത്ര വേണ്ട വെച്ചാൽ അത്ര ഒഴിച്ചു കൊടുക്കുക. പിന്നെ കുറച്ച് ഒരു 1.5 ടീസ്പൂണോ 1 ടീസ്പൂണൊക്കെ ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുക്കുക. സോയ സോസും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റൊക്കെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക കേട്ടോ. സമയം ഉണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യുക. കാരണം ആ ഒരു ചിക്കൻ്റെ ഉള്ളിലേക്കൊക്കെ ആ ഒരു സോസൊക്കെ എത്തി നല്ലൊരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് എനിക്കിപ്പോൾ ഇതൊരു ഡ്രൈ ആയിട്ടാണ് വേണ്ട. നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി പോലെ ആണെങ്കിൽ നിങ്ങൾ 1 ടീസ്പൂണൊക്കെ കോൺഫ്ലോർ ഇല്ലേ അത് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിക്കാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആ ഒരു ഗ്രേവി ടൈപ്പ് അങ്ങനെ ആയി കിട്ടും, നമ്മൾ സാധാ ചില്ലി ചിക്കൻ ചെയ്യുന്നത് പോലെ. ഇനിയിപ്പോൾ ഞാൻ ക്യാപ്സിക്കം കൂടെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് 2 മിനിറ്റ് അടച്ചു വെക്കുക. അതിങ്ങനെ ഓവർ കുക്കാകുമൊന്നും ചെയ്യരുത് കേട്ടോ. അതൊന്നിങ്ങനെ കടിക്കണം ക്യാപ്സിക്കം, എന്നാലും അവിടെ അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റൈസെല്ലാം ഞാൻ വെന്തിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ റൈസെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് വേറെ ഒന്നിനും നിൽക്കാതിരുന്നത് നെയ്ച്ചോറായ കുറച്ച് എളുപ്പമുണ്ടല്ലോ, അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മളെല്ലാം റെഡി ആയിട്ടുണ്ട്. നെയ്ച്ചോറ് റെഡിയായി. ഇനിയിപ്പോൾ ചില്ലി ചിക്കനിലും വേറെ വലിയ പണികളൊന്നുമില്ല. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഗ്രേവി വേണമെങ്കിൽ ഞാൻ പറഞ്ഞ രീതിയിൽ അങ്ങനെ ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഇത് 2 പച്ചമുളക് ഒന്ന് കട്ടാക്കി ഇട്ട് കൊടുത്ത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയില്ല അത് ഇട്ട് കൊടുക്കാം കേട്ടോ. വേണമെങ്കിൽ മതി. എനിക്കിത് മുളക് പൊടി അത്യാവശ്യം എരിവുണ്ട്, അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. ഞാനിപ്പോൾ 3 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു. നിങ്ങൾ ചിക്കൻ ഉള്ളതിനനുസരിച്ച് എരിവിനനുസരിച്ചൊക്കെ മുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മൾ അടിപൊളിയായിട്ട് നല്ല ഈസി ആയിട്ടുള്ള ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഇതൊന്നും നിങ്ങൾക്ക് ഒരു ചാനൽ യൂട്യൂബിലൊന്നും ഇതൊന്നും നിങ്ങൾക്ക് കിട്ടൂല കേട്ടോ. ഇതൊക്കെ എൻ്റെ സ്വന്തം റെസിപ്പീസാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറന്നു പോകരുതേ. അപ്പോൾ ഇനി ഞാനും വാവയും ഫുഡ് കഴിക്കട്ടെ. റഫീക്ക വൈകൂട്ടാണ് വരാൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ റഫീഖാനെ കാത്തു നിൽക്കുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്യാനും മറന്നു പോകല്ലേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കിൻ്റെ കാര്യം മറന്നേ പോകണ്ട. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റായിട്ട് അറിയിക്കാനും മറന്നു പോകരുത് കേട്ടോ. പിന്നെ എപ്പോഴും മറന്നു പോകുന്ന നമ്മൾ ജംഷി റെസിപ്പീസ് എന്നുള്ള ഇൻസ്റ്റഗ്രാം പേജും കൂടെ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്തേക്കണേ. ഞാൻ അതിൻ്റെ ലിങ്ക് പിന്നെ കമൻ്റായിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ റെസിപ്പീസ് എല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.